കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവ് നിങ്ങൾ അറിയാതെ പോകരുത്. ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായും കണ്ടിരിക്കണം. ബാങ്കുകാർ ഒരിക്കലും ഇക്കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. നമുക്ക് RBIയുടെ പുതിയ ഉത്തരവ് എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടും പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് പൊതുജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇറക്കിയിരിക്കുന്നത്. ഈ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇഷ്ടമുള്ള കാർഡുകൾ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട് ലാസ്റ്റ്. ബാങ്ക് ക്രെഡിറ്റ് ഡെബിറ്റ് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കാൻ അവസരം ഒരുങ്ങുന്ന ഒരു രീതിയിലേക്ക് ബാങ്കുകൾ മാറണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ബാങ്കിൽ 5ഓളം തരത്തിലുള്ള കാർഡുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ വിസ കാർഡ് വേണോ, റൂപേ കാർഡ് വേണോ, അതോ മാസ്റ്റർ കാർഡ് വേണോ എന്ന് ഇനി സ്വന്തമായി തീരുമാനിക്കാം. ഇതുവരെ ഇപ്പോൾ ബാങ്കുകാരായിരുന്നു ഇക്കാര്യം തീരുമാനിച്ചിരുന്നത്. ഇതിനൊരു അറുതി വരുത്തുവാൻ വേണ്ടിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാർഡ് പുതുക്കുമ്പോൾ ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്കിലേക്ക് മാറാനും ബാങ്കുകൾ ഇതു സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വ്യക്തത വരുത്തുകയും ചെയ്യണം. വിസ, മാസ്റ്റർ കാർഡ്, റൂപേ കാർഡ്, അമേരിക്കൻ എക്സ്പ്രസ്, ഡൈനേഴ്സ് ക്ലബ്ബ് ഇന്റർനാഷണൽ എന്നിങ്ങനെ 5 കാർഡ് ശൃംഖലയാണ് ബാങ്കിംഗ് മേഖലയിലുള്ളത്, ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിലുള്ളത്. ഇവയുമായി കരാറിൽ ഏർപ്പെട്ടാണ് ബാങ്കുകൾ നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ നൽകുന്നത്. എന്നാൽ ഇതുവരെ ഇഷ്ടമുള്ള കാർഡ് നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കാൻ അവസരം ഒരുക്കിയിരുന്നില്ല. ബാങ്കാണ് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ കാർഡ് എടുക്കുന്നവർക്ക് ബാങ്കുകൾ ഒന്നിലേറെ ഓപ്ഷനുകൾ നൽകണമെന്ന് പ്രത്യേകം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. 10 ലക്ഷത്തിൽ താഴെ മാത്രം കാർഡുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബാങ്കുകൾക്ക് RBI ഉത്തരവ് ബാധകമല്ല. നിലവിലുള്ള വിസ കാർഡുള്ള വ്യക്തികൾക്ക് അയാളുടെ ബാങ്കിൽ നിന്ന് റൂപേ കാർഡ് നെറ്റ്വർക്കുമായി കരാറുണ്ടെങ്കിൽ മറ്റെങ്കിലും കാർഡോ മാറ്റി വാങ്ങാവുന്നതാണ്. വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം പുതുക്കുമ്പോൾ വിസ കാർഡ് വേണമെങ്കിൽ തിരിച്ച് വിസ കാർഡിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. വിവിധ ബാങ്കുകൾ അവർക്ക് എടുക്കാവുന്ന കടത്തിൻ്റെ പരിധി കൂട്ടിക്കൊണ്ട് അതും പറഞ്ഞ് വിവിധ പീസുകളായിട്ട് 3000, 4000, 5000 രൂപയൊക്കെ മാസം ഇതിൽ നിന്ന് പീസായി മേടിക്കുന്നു. അങ്ങനെ ഭീമമായ നഷ്ടം കസ്റ്റമർക്കുണ്ടാകുന്നു. ഇക്കാര്യം വിളിച്ച് ബാങ്കിൽ ഞാൻ അന്വേഷിക്കുകയും എൻ്റെ കാർഡ് ഞാൻ ആ സമയത്ത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. എനിക്ക് മാസം 3000 രൂപയോളമായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പൈസ കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ബാങ്കുകാർ പിടിച്ചെടുക്കുന്നുണ്ട്. ഇതിനാണ് ഇപ്പോൾ അറുതി വന്നിരിക്കുന്നത്. കാർഡ് ക്യാൻസലാക്കാതെ തന്നെ ഇഷ്ടമുള്ള കാർഡിലേക്ക് മാറാനുള്ള സൗകര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഓരോ കാർഡ് നെറ്റ്വർക്കിലും വ്യത്യസ്തമായ ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട്. ഉദാഹരണമായി ലോഞ്ച് ആക്സസ്, സ്പാ, OTT സബ്സ്ക്രിപ്ഷൻ, സിനിമാ ടിക്കറ്റ്, ഇങ്ങനെ പല ആനുകൂല്യങ്ങൾ പല കാർഡുകളും നൽകുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് ഓപ്ഷൻ ലഭിക്കുന്നതോടെ കാർഡ് നെറ്റ്വർക്കുകൾ കൂടുതൽ ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകൾ ലഭിക്കുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.